ഡോക്ടർ ലൊവീന മുഹമ്മദ് ഉണ്ട് നമ്മളോടൊപ്പം. നമ്മൾ ലൊവീന മുഹമ്മദിനെ ഈ മുണ്ടക്കൈ ദുരന്തമുണ്ടായ സമയത്ത് ആ ഘട്ടത്തിൽ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ കണ്ടതാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വനിതാ ഡോക്ടറാണ് ഡോക്ടർ ലൊവീന മുഹമ്മദ്. ഒരുപക്ഷെ ലൊവീന, എങ്ങനെയാണ് ലൊവീനയെ ഈ ഒരു ഘട്ടത്തിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൽ എത്രയോ ആളുകളെ അവതരിപ്പിച്ചിട്ടുള്ള പരിചയമുണ്ടെങ്കിലും ഞാനിപ്പോൾ വാക്കുകൾ തേടുകയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ലൊവീനയെ ഈ ഘട്ടത്തിലേക്ക് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ മാത്രമല്ല, ആ ഘട്ടത്തെ എങ്ങനെയാണ് ലൊവീന ഇപ്പോൾ ഇവിടെ പറയുക എന്നുള്ളത്, കേൾക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ. അത് കേൾപ്പിക്കുക എന്നുള്ളതും. ലൊവീന ആ നിമിഷം ഇപ്പോൾ ഓർക്കുന്നത്, ആ നിമിഷങ്ങൾ ഇപ്പോൾ ഓർക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അങ്ങനെ ചോദിച്ചാല് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനൊരു ഒരു റിയൽ ടൈം ഒരു ഇൻസിഡൻറ്റിലേക്ക് ആദ്യമായിട്ടാണ് ഒരു റെസ്ക്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. ഞാനൊരു എമർജൻസി ഫിസിഷ്യനാണ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ. അപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആസ്റ്റർ പോലെയുള്ളൊരു ഇത്രയും ഹെവി ലോഡഡ് കേസ് ലോഡ്സ് വരുന്ന ഒരു ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും പലതരം എമർജൻസീസ് കാണാറുണ്ടെങ്കിലും അന്ന് അവിടെ പോയപ്പം കണ്ട കാഴ്ച ഭയങ്കര ഒരു സങ്കടം സങ്കടം തന്നെയാണ്. ഇപ്പോഴും ആ ട്രോമയിൽ തന്നെയാണ്. ആ ഒരു ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു ജനത അപ്പുറത്തുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിന് ഇറങ്ങിയത്. അപ്പം നമ്മളൊരു ആവശ്യം, ഒരു ഡോക്ടറിന്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ആവശ്യം മറുകരയിൽ നിൽക്കുന്ന, അതായത് ഇവാക്യുവേറ്റ് ചെയ്ത് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞു. ഇവിടുന്ന് കേരള ഫയർഫോഴ്സിൽ ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ഞാൻ അപ്പുറത്ത് ഡോക്ടർ ഉണ്ടോ നഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട്, അപ്പം ഞാൻ പറഞ്ഞ എന്നെ അവിടേക്ക് എത്തിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു ലൊവീന, പ്രത്യേക അത് ഇതായിരുന്നു. ഒരുപക്ഷെ ഒരു ഡോക്ടർക്ക് തൻ്റെ മുമ്പിലെത്തുന്ന രോഗികളെ ചികിത്സിക്കാൻ അവർ കാട്ടുന്ന വൈഭവം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ലൊവീന തന്നെ പറഞ്ഞതുപോലെ എമർജൻസി ഫിസിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു ശരീരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലൊരു ഡോക്ടർ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കാട്ടുന്നൊരു മനസ്സും, ആ യാത്ര, ദുർഘടം പിടിച്ച ഒരു യാത്ര, ആ ഒരു റോപ്പിലൂടെ അപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നതുമൊക്കെ ഒരു ഡോക്ടർക്ക് നിങ്ങളുടെ പഠനഘട്ടത്തിൽ കിട്ടുന്ന പരിശീലനത്തിൽ അതൊക്കെ ഉണ്ടോ? പരിശീലനത്തിലുണ്ട്. ഞങ്ങൾ ഹിപ്പോക്രാറ്റിക് ഓത്ത് ഉണ്ട്. അത് പരിശീലനത്തിലുണ്ട്. നമ്മൾ എത്തിക്സ്, നമ്മൾ മെഡിക്കൽ എത്തിക്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്തായാലും അത് എല്ലാവരും ഫോളോ ചെയ്യണം. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. നമ്മളൊക്കെ ഒരുപാട് പ്രിവിലേജിൽ നിൽക്കുന്ന മനുഷ്യന്മാരല്ലേ നമ്മൾ. നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക? എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു കാര്യമാണ് അത്. അത് എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു ചെറിയ കുഞ്ഞു കാര്യം ചെയ്തു എന്നേ ഉള്ളൂ. അവിടെ ഞാൻ ഇടപെടേണ്ട ഞാനൊരു ഇന്റർവ്യൂ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് എൻ്റെ ഡ്യൂട്ടിയും കൂടിയാണ്. ഞാൻ അങ്ങനെ നിൽക്കും. ഞാനത് കണ്ടുകൊണ്ട് അവിടെ ഓപ്പോസിറ്റ് വെറുതെ എനിക്ക് നോക്കുകുത്തിയായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയല്ല. അപ്പോൾ ഡോക്ടർ പേഷ്യൻസിനെ ലൊവീന, ഒരു ഡോക്ടർ ലൊവീന, റോപ്പിലൂടെയൊക്കെ ഞാൻ ഒന്ന് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ഇതിനിടയിൽ ഞാൻ കണ്ട ഒരു വാർത്തയിൽ, ഞാൻ കണ്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഡോക്ടർ ലൊവീനയ്ക്ക് ആഴങ്ങളും ഇതുപോലെയുള്ള എന്താണ് അന്തരീക്ഷമൊക്കെ ഭയമുള്ള ഒരു ഡോക്ടറാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആ ഭയം പമ്പ കടന്നു. ആ ഘട്ടത്തിൽ ശരിക്കും മുമ്പിലേക്ക് ദുരിതം അനുഭവിക്കുന്ന ജനതയെ കണ്ടപ്പോൾ അതൊക്കെ മറികടന്നു എന്നാണ് വാർത്ത. അത് ശരിയാണോ? ഹൈറ്റ് ഒന്ന് വെള്ളം കാണുന്നത് എനിക്ക് കുറച്ച് പേടിയുള്ളതാണ്. പിന്നെ പേടി തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഒരു കുത്തിയൊഴുകുന്ന പുഴയാണ്. നമ്മൾ കുറച്ചൊരു ഭയപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു.
പിന്നെ ഒരു പോയിന്റിൽ, ആ ഒരു പോയിന്റിൽ ഇതൊന്നും പ്രസക്തമല്ലാണ്ടായി മാറും. അങ്ങനത്തെ ഭയങ്ങൾക്ക് പ്രസക്തി ഇല്ലാണ്ടായി മാറുമല്ലോ. കാരണം അതിനേക്കാളും വലുത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മളാലാവുന്ന വിധം എന്ത് സഹായവും ചെയ്യാം എന്നുള്ളത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എനിക്ക് എല്ലാ സപ്പോർട്ടും അതിന് തരുന്നുണ്ട്. ആസ്റ്റർ മിംസിലാണ്. അപ്പം ഞാൻ എൻ്റെ എമർജൻസിയിൽ ഡോക്ടറിൻ്റെ ഹെഡ് ഡോക്ടർ വേണു, ഞാൻ സാറിനെ വിളിച്ചിട്ടാണ് പോയത്. സാറും എല്ലാ സപ്പോർട്ടും തന്നു. ലൈക്ക് നമ്മളതിന് ആക്ച്വലി ഇതിന് ഞങ്ങൾ ട്രെയിൻഡ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഞങ്ങൾ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്, ഞങ്ങളെ കരിക്കുലത്തിലുള്ളതാണ്. ഞങ്ങൾ യെസ്, ഡോക്ടർ എമർജൻസി ലൊവീന, മെഡിസിൻ എന്ന് പറഞ്ഞ ഒരുപക്ഷെ നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ മറന്നു പോകുന്ന ഘട്ടം, നമ്മുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന ഒരു ഘട്ടം, 300-ലധികം ആളുകൾ മരണപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രാമം, അത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എത്രയോ ദിവസങ്ങൾ കൊണ്ട് ആരൊക്കെയോ എന്നുള്ളതല്ല, നമ്മുടെ തന്നെ സഹോദരങ്ങൾ, നമ്മുടെ അയൽപ്പക്കത്ത് ഒന്നിച്ച് അപ്പാടെ ഒരു കുടുംബങ്ങൾ അങ്ങനെ ഒലിച്ചുപോയി മരണപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയ്ക്ക് നടുവിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്.